ഹലോ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്മോൾ കേസ് ലെറ്റേഴ്സ് ആണ്. സ്മോൾ കേസ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സി പ്രോഗ്രാമിങ് ചെയ്യുന്നത്. അതായത് വി കനോട്ട് യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അധികം കാര്യത്തിനും എന്താണ് സ്മോൾ കേസ് ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വോയിഡ് മെയിൻ അല്ലേ, അതുപോലെ തന്നെ പ്രിൻ്റ് എഫ്, അതുപോലെയുള്ള ഫങ്ഷൻസ്, പിന്നെ ഇൻറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താണ് സ്മോൾ കേസ് ലെറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ യു ഷുഡ് പ്രാക്ടീസ് ബൈ യൂസിങ് സ്മോൾ കേസ് ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോ ചെയ്യുന്നില്ല. ബട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. എന്തിനൊക്കെ? അതായത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സംതിങ് ലൈക്ക് സിംബോളിക് കോൺസ്റ്റൻസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു സിംബോളിക് കോൺസ്റ്റൻറ്റ്? അപ്പോൾ ഹാഷ് ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതിനാണ് സിംബോളിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുക. ഹാഷ് ഡിഫൈൻ മാക്സ് 10 അല്ലെങ്കിൽ ഹാഷ് ഡിഫൈൻ സൈസ് 10 എന്ന് പറഞ്ഞാൽ സൈസിൻ്റെ വാല്യൂ 10 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഹാഷ് ഡിഫൈനിൽ നമ്മൾ നോർമലി ഡിഫൈൻ എന്ന് പറയുന്ന സമയത്ത് സ്മോൾ ആണ്, ഇതിൻ്റെ വാല്യൂ സൈസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു സി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെരി റെയർ കേസസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നോർമലി അധികം ലൈനും എൻഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എൻഡ് വിത്ത് സെമികോളൻ. ഓരോ ലൈനും എൻഡ് ചെയ്യുന്നത് സെമികോളൻ വെച്ചിട്ടാണ്. അപ്പോൾ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ചില ലൈൻസ് എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതെന്തല്ല, സെമികോളൻ വെച്ചല്ല എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോയിഡ് മെയിൻ ഫംഗ്ഷൻ കൊടുക്കുന്ന ലൈനിൽ എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈഫ് കണ്ടീഷൻ. അത് വരുന്ന ലൈനിൽ എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ വരുന്നില്ല. എൻഡ് ചെയ്യുമ്പോൾ അത് ഈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അത് വരുന്ന ലൈൻസിൽ എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ വരുന്നില്ല. അതുപോലെ തന്നെ ലൂപ്പുകൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ വരുന്നില്ല. അങ്ങനെയുള്ള ചില ലൈൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ലൈൻസും എന്ത് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്, സെമികോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇഫ് യു മിസ് എ സെമികോളൻ, ഒരു സെമികോളൻ നമ്മൾ കൊടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ സിൻടാക്സ് എറർ അല്ലേ. അപ്പോൾ സിൻടാക്സ് എറർ നമുക്ക് ആരാ പറഞ്ഞുതരാ? കമ്പൈലർ വിൽ ഷോ ദ സിൻടാക്സ് എറർ. അപ്പോൾ നമുക്ക് ആ എറർ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പ്രോഗ്രാമിങ്ങിൽ സ്മോൾ കേസ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ മോസ്റ്റ് കേസസ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആർ ഓൺലി യൂസ്ഡ് ഫോർ സിംബോളിക് കോൺസ്റ്റൻസിലാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഗിവിങ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് അല്ലേ, ഹാഷ് ഇൻക്ലൂഡ് stdio.h പോലെയുള്ള സംഭവം, ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് ലൈൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ചില എക്സെപ്ഷണൽ കേസ് അതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെമികോളൻ കൊടുക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ ലൈൻസിലും എന്തുണ്ട്, സെമികോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, സിയിൽ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരിക്കലും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഒറ്റ തവണയല്ല പഠിക്കുക. ഇത് വീണ്ടും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും കേൾക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്ന സമയത്ത് ഈ പഠിച്ച കൺസെപ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇത് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ആരും എന്ത് ചെയ്യണ്ട, മുന്നോട്ട് പോകണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വീഡിയോസ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഈ കൺസെപ്റ്റ്, നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഇവിടെ നമ്മൾ ഇൻറ്റ്, അങ്ങനെ വോയിഡ് മെയിൻ ഫംഗ്ഷനെ പറ്റി പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹെഡർ ഫയൽസ് ഉണ്ട്, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് കറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്.
Okay, so that's all in this video. Thank you.